ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. റൂട്ടും മാപ്പുമില്ലാത്ത സുദീർഘ യാത്രയാണ് ജീവിതം. തുടക്കം നമുക്കറിയാം, പക്ഷേ ലക്ഷ്യസ്ഥാനവും വഴിയും നമുക്ക് അജ്ഞാതമാണ്. ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയിലുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കുവാൻ മനുഷ്യന്റെ പരിമിത ബുദ്ധിക്കും നിർമ്മിത ബുദ്ധിക്കും സാധിക്കില്ല. അബ്രഹാം തന്റെ ദാസനെ ഇസ്ഹാക്കിന് തുണയെ കണ്ടെത്തുവാൻ അന്യദേശത്തേക്ക് അയച്ചു. ഉൽപ്പത്തി 24. ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. അത്ര എളുപ്പമുള്ള ഒരു നിയോഗമല്ല അബ്രഹാം തന്റെ ദാസനെ ഏൽപ്പിച്ചത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ യാത്ര ചെയ്ത് പൂർത്തീകരിക്കേണ്ട ഒരു നിയോഗമായിരുന്നു അത്. ഇതുപോലെ നമ്മളെയും ദൈവം പലപ്പോഴും അറിയപ്പെടാത്ത ദേശത്തേക്കും ആളുകളുടെ അടുത്തേക്കും നിയോഗങ്ങളിലേക്കുമൊക്കെ അയക്കാറുണ്ട്. അത് നമുക്ക് അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ഉണ്ടാക്കാറുമുണ്ട്. നാളുകളിലെ ദുരൂഹതകളെ ഓർത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ദൈവത്തിന്റെ ഡിവൈൻ നാവിഗേഷൻ സിസ്റ്റം നമ്മെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചിരിക്കും. നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്നും ഏത് വഴിയിലൂടെ എവിടെ എത്തണമെന്നും ദൈവം വിശാലമായ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും അനുസരിക്കുന്നവരെയും ദൈവം അനുദിനം സുരക്ഷിതമായി വഴി നടത്തും. അതുകൊണ്ട് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ സത്യം അംഗീകരിക്കുവാനും ക്ഷമയോടെ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുവാനും ജഡീക മനസ്സ് പലപ്പോഴും തയ്യാറാവില്ല. ദൈവത്തിന്റെ വഴികളിലൂടെ അനുസരണത്തോടെ നടക്കുന്നതിന് യുക്തിയും കോമൺ സെൻസുമൊക്കെ നമുക്ക് പലപ്പോഴും തടസ്സമാകാറുണ്ട്. അബ്രഹാമും ലോത്തും വഴിപിരിഞ്ഞപ്പോൾ നീരോട്ടമുള്ള വഴി ലോത്ത് തിരഞ്ഞെടുത്തു. അത് വളരെ ബുദ്ധിപരമായ ഒരു സെലക്ഷൻ ആയിരുന്നു എന്നാണ് ലോത്ത് ആ കാലത്ത് കരുതിയത്. എന്നാൽ അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ലോത്തിന് പിന്നീട് ഓടിപ്പോകേണ്ടി വന്നു. സദൃശവാക്യം 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, എന്നാൽ അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. തിരഞ്ഞെടുപ്പിലെ അപാകതകൾ മൂലം ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളും നഷ്ടങ്ങളും അവസരങ്ങളുമൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നവർ അനവധിയാണ്. വഴിയൊരുക്കി വഴി നടത്തുന്ന ദൈവത്തിന്റെ ദിവ്യ പരിപാലനങ്ങൾ വളരെ വിസ്മയകരമാണ്, വിവിധങ്ങളാണ്. അത് മനുഷ്യബുദ്ധിക്ക് തികച്ചും അതീതമാണ്. നമുക്ക് ദിശാബോധം നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്ന 4 ഉപാധികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തിരുവചനത്തിലൂടെ ദൈവം നമ്മെ വഴി നടത്തുന്നതാണ് ഒന്നാമത്തേത്. സങ്കീർത്തനം 119:105. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും
പാതയിൽ പ്രകാശവുമാണ്. ബൈബിൾ ഒരു പഴയ ബുക്കല്ല, ജീവിതത്തിന്റെ GPS മാനുവലാണ്. ദൈവം തന്റെ യജമാനനെ അറിയാത്ത ദേശത്തേക്ക് വിളിച്ച് നടത്തിയത് അബ്രഹാമിന്റെ ഈ ദാസന് അറിയാമായിരുന്നു. 14-ാം വാക്യത്തിലെ ഈ ദാസന്റെ പ്രാർത്ഥന അദ്ദേഹം തന്റെ യജമാനിൽ നിന്ന് കേട്ട് പഠിച്ച തിരുവചനത്തിന്റെ ഒരു പ്രതിധ്വനിയാണ്. ഹൈവേയിലെ റോഡ് തിരിച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായും ലക്ഷ്യത്തിലെത്തും, അല്ലെങ്കിൽ വഴിതെറ്റും. ജീവിത യാത്രയ്ക്കുള്ള വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് തിരുവചനം. അതിൽ നിന്ന് അകലുന്നവർക്ക് ദിശാബോധം നഷ്ടപ്പെടും, വഴിതെറ്റി അലയേണ്ടി വരും. ദൈവം വഴി നടത്തുന്ന രണ്ടാമത്തെ സമീപനം പരിശുദ്ധാത്മാവിലൂടെയാണ്. യോഹന്നാൻ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മിലെ റിയൽ ടൈം നാവിഗേഷനാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് എവിടെ തിരിയണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ പരിശുദ്ധാത്മാവ് യഥാസമയം പറഞ്ഞു തരും. അബ്രഹാമിന്റെ ദാസൻ ദൈവിക ശബ്ദമൊന്നും കേട്ടതായി പറയുന്നില്ല. പക്ഷേ വഴി നടത്തുവാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കോരുവാൻ റിബേക്ക വന്ന കൃത്യസമയത്ത് ആത്മാവ് അവനെ കിണറ്റിൻകരയിൽ എത്തിച്ചു. നമ്മൾ വഴിതെറ്റിയാലും പരിശുദ്ധാത്മാവ് റീറൂട്ട് ചെയ്ത് ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുവരും. അദൃശ്യരായ ദൈവത്തിന്റെ ദൂതന്മാരാണ് വഴി നടത്തുന്ന മൂന്നാമത്തെ വിസ്മയ സംവിധാനം. സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ. നിന്റെ വഴികളിൽ നിന്നെ കാത്ത് പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്നെ കൈകളിൽ വഹിക്കും. നമ്മുടെ ജീവിത പാതയിലെ തടസ്സങ്ങൾ നീക്കുവാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും അഭ്യുദയകാംക്ഷികളെ ഒരുക്കുവാനുമൊക്കെ അദൃശ്യദൂതന്മാരെ ദൈവം സജ്ജീകരിക്കും. ഇക്കാര്യത്തിൽ ജീവിതാനുഭവവും വിശ്വാസവുമുള്ള അബ്രഹാം തന്റെ ദാസനോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദത്തം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. തന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി വഴി നടത്തിയ ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യമാണ് അബ്രഹാം ദാസനോട് പറഞ്ഞത്. റോഡിലെ തടസ്സങ്ങൾ നീക്കി ട്രാഫിക് പോലീസ് യാത്ര സുഗമമാക്കുന്നതുപോലെ ദൈവിക പദ്ധതി പ്രകാരം മുന്നോട്ടു പോകുന്നവരുടെ മാർഗതടസ്സങ്ങളെ നീക്കുവാൻ സ്വർഗീയ ദൂതരെ ദൈവം അയക്കും. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വഴിമുടക്കുന്ന നിഷേധശക്തികളെയും പ്രതിസന്ധികളെയും മനുഷ്യരെയുമൊക്കെ സ്വർഗീയ സൈന്യം തട്ടിമാറ്റും, പ്രതിരോധിക്കും. ജീവിതാനുഭവങ്ങളിലൂടെ നേർവഴി നടത്തുന്നതാണ് ദൈവത്തിന്റെ നാലാമത്തെ സമീപനം.
റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ജീവിതത്തിലെ റാൻഡം ഇവന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഡിവൈൻ റൂട്ടിങ്ങിന്റെ ഭാഗമാണ്. യാദൃശ്ചികമായ ചിലരെ കണ്ടുമുട്ടൽ, അപ്രതീക്ഷിതമായ താമസം, അടഞ്ഞ വാതിലുകൾ തുടങ്ങിയവയൊക്കെ ജീവിതയാത്രയിലെ നേർവഴിക്കായി ദൈവമൊരുക്കുന്ന താൽക്കാലിക സംഭവങ്ങളാണ്. കൃത്യസമയത്ത് വെള്ളം കോരുവാൻ റിബേക്കയെയും ശമര്യക്കാരിയെയുമൊക്കെ കിണറ്റിൻകരയിലെത്തിച്ചത് ദൈവത്തിന്റെ ഈ ദിവ്യ പദ്ധതിയുടെ ഭാഗമാണ്. ട്രെയിനിന്റെ ഓട്ടത്തിൽ ഒരു ട്രാക്ക് മാറ്റിയാണ് വ്യത്യസ്ത ഡെസ്റ്റിനേഷനിൽ യാത്രക്കാരെ എത്തിക്കുന്നത്. അതുപോലെ ചില ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മുടെ ട്രാക്കും റൂട്ടുമൊക്കെ മാറ്റും. ഉദാഹരണം 1, ദമസ്കോസിന്റെ പടിവാതിക്കൽ വീണുപോയ ശൗൽ. നമുക്കും ഇതുപോലുള്ള എത്രയോ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടാകും, അല്ലേ? അതുകൊണ്ട് ജീവിതയാത്രയിൽ ജഡീക മനസ്സിന്റെ ജൽപ്പനങ്ങൾക്കും ഇൻഡ്യൂഷനും പിറകെ ഓടാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവം വഴി കാണിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനയോടെ, ധ്യാനപൂർവം, ക്ഷമയോടെ കാത്തിരിക്കണം. സദൃശവാക്യം 3:5-6 വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. നാളുകളിലെ ഗതിവിഗതികളെ അറിയുവാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മുടെ ജീവിതയാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരെ കാണുന്ന ദൈവത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മനസ്സുറപ്പിക്കണം. അബ്രഹാമിന്റെ ദാസൻ ആദ്യം കണ്ടുമുട്ടിയ സ്ത്രീയെ കണ്ടെത്തുകയായിരുന്നില്ല. പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ദൈവത്തിന്റെ സ്ഥിരീകരണത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. തിരുവചനത്തിലെ അനേകം സംഭവങ്ങൾക്കിടയിൽ അല്പസമയം മാത്രം വന്നുപോകുന്ന അബ്രഹാമിന്റെ ഈ ദാസൻ യജമാനനോടുള്ള വിശ്വസ്തതയിലും ദൈവ നടത്തിപ്പിലുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനാ സ്വഭാവത്തിലും ദൈവ സമർപ്പണത്തിന്റെ ഉത്തമ മാതൃകയായ ലെജൻഡാണ്. ദൈവത്തിന്റെ ഡിവൈൻ നാവിഗേഷനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മുടെ സെൻസ് ഓഫ് ഡയറക്ഷനിൽ ആശ്രയിച്ചാൽ ലക്ഷ്യം തെറ്റുമെന്ന മുന്നറിയിപ്പ് കൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിലൂടെ നടക്കുന്നവർ ഒരിക്കലും ലക്ഷ്യം തെറ്റില്ല. തിരുവചനം, പരിശുദ്ധാത്മാവ്, ദൈവദൂതന്മാർ, ജീവിതാനുഭവങ്ങൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയ ഉപാധികളിലൂടെ ദൈവം തന്റെ സമർപ്പിത ഭക്തരെ സുരക്ഷിതമായി വഴി നടത്തും. അവനിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നവരെ ദൈവത്തിന്റെ
അപ്പോയിന്റഡ് ഡെസ്റ്റിനേഷനിൽ സുരക്ഷിതമായി എത്തിക്കും. ശുഭാശംസകളോടെ എ പി ജോർജ്.